ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. കൊടും ചൂടാണിപ്പോൾ. നമ്മളെല്ലാവരും നാരങ്ങാ വെള്ളത്തിൻ്റെ പുറകെ പോകുന്ന ഒരു ടൈമാണ്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ധാരാളം അടങ്ങിയതാണ് നമ്മുടെ നാരങ്ങാ വെള്ളത്തിൽ. അതുകൊണ്ട് തന്നെ അത് കുടിക്കുമ്പോൾ നമുക്ക് നവോന്മേഷം ഉണ്ടാകുകയും ചെയ്യും. ലെമണേഡും ഈ ചൂട് കാലത്ത് വളരെ നല്ലതാണ്. ദിവസവും രാവിലെ വെറും വയറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നവരുണ്ട്. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കി ശരീരത്തെ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും. ചർമ്മം തിളങ്ങാനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും എല്ലാം ഇത് സഹായിക്കും. എന്നാൽ നാരങ്ങ വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. നാരങ്ങ വെള്ളം കൂടുതൽ കുടിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിന്ന് നോക്കിയാലോ. ഒന്ന്, ഉദരപ്രശ്നങ്ങളാണ്. ദിവസവും വെറും വയറ്റിൽ നാരങ്ങ വെള്ളം തേൻ ചേർത്ത് കുടിക്കുന്നത് ദഹനത്തിന് നിങ്ങളെ സഹായിക്കും. എന്നിരുന്നാലും ഉദരത്തിന്റെ പാളിയെ ഇത് ദിവസം മുഴുവൻ അസ്വസ്ഥപ്പെടുത്തുകയും ദഹനം സാവധാനത്തിലാക്കുകയും ചെയ്യും. നെഞ്ചെരിച്ചില്, വയറുവേദന, ഓക്കാനം, വായുക്ഷോഭം ഇവയ്ക്കെല്ലാം ഇതുമൂലം കാരണമാകും. അമ്ലത അഥവാ അസിഡിറ്റി വളരെ കൂടുതലായതിനാൽ തന്നെ കുടൽ വ്രണം, അതായത് നമ്മളുടെ അൾസർ, അതുണ്ടാകാനുള്ള സാധ്യത നാരങ്ങ വെള്ളം കൊണ്ട് കാരണമാകാം. നാരങ്ങയിലെ ആസിഡിന്റെ അംശം ഉദരത്തിന്റെ ആന്തരപാളിക്കും കുടലിനും ദോഷം ചെയ്യുകയും കുടൽ വ്രണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നിർജ്ജലീകരണം, ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് നാരങ്ങ വെള്ളം എന്നാണ് നമ്മുടെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. ഇത് ഒരു ഡൈയൂറട്ടിക് ആണ്. വൃക്കകളിൽ കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ഇത് നയിക്കും. മൂത്രമൊഴിക്കുമ്പോൾ വെള്ളത്തോടൊപ്പം ശരീരം ഇലക്ട്രോലൈറ്റുകളെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നുണ്ട്. ഇത് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷന് കാരണമാകും. കൂടാതെ ക്ഷീണം, ചുണ്ടുകൾ വരളുക, അമിത ദാഹം അനുഭവപ്പെടുക എന്നിവയ്ക്കെല്ലാം കാരണമാകും. അടുത്തത് മൈഗ്രെയിൻ ആണ്. ദിവസവും കൂടിയ അളവിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് കടുത്ത തലവേദനയ്ക്കും അതുപോലെ തന്നെ മൈഗ്രെയിനും കാരണമാകും. നാരകഫലങ്ങളിൽ ടൈറാമിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അടുത്തത്, പല്ലുകൾക്ക് കേടുപാടുകൾ വരും. അങ്ങേയറ്റം അസിഡിക് ആയതുകൊണ്ട് നാരങ്ങ വെള്ളം കൂടുതൽ കുടിക്കുന്നത് നമ്മുടെ പല്ലിന് പുളിപ്പുണ്ടാക്കുകയും പല്ലിൻ്റെ ഇനാമൽ ദ്രവിക്കാനിടയാക്കുകയും ചെയ്യും. മുടി കൊഴിച്ചിൽ, അനിയന്ത്രിതമായി നാരങ്ങ ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാകും. നമ്മുടെ രോമകൂപങ്ങളെ അത് വരണ്ടതാക്കുകയും മുടി പൊട്ടിപ്പോകാൻ ഇടയാക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് വായിലെ വ്രണങ്ങൾ. കവിളിനുള്ളിലും നാവിനടിയിലും വ്രണങ്ങൾ വരാൻ നാരങ്ങ വെള്ളത്തിന്റെ അമിത ഉപയോഗം കാരണമാകും. അസിഡിക് ആയതും എരിവ് കൂടിയതുമായ ഭക്ഷണം കഴിക്കുമ്പോൾ വൈറ്റമിൻ്റെ കുറവുണ്ടാകുകയും അത് വ്രണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും. നാരങ്ങ വെള്ളം അമിതമായി കുടിച്ചാൽ ഇപ്പോഴുള്ള വ്രണങ്ങൾ ഗുരുതരമാകുകയും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ പ്രയാസമാകുകയും ചെയ്യും. നാരങ്ങ വെള്ളം നമുക്ക് എത്ര അളവിൽ കുടിക്കാം? നമുക്ക് ദിവസവും 2 ഗ്ലാസ് വരെ നാരങ്ങ വെള്ളം കുടിക്കാം കേട്ടോ. ഞാനീ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇനി നാരങ്ങ വെള്ളം ഉപേക്ഷിക്കുക എന്ന ആ ഒരു തോട്ട് പ്രോസസ്സിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് 2 ഗ്ലാസ് നാരങ്ങ വെള്ളം വരെ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 4 കഷ്ണം നാരങ്ങ നിങ്ങൾക്ക് ചേർക്കാം. ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ നാരങ്ങ വെള്ളം നിങ്ങളെ സഹായിക്കും. ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് അതിൽ കുറച്ച് തേൻ അല്ലെങ്കിൽ പുതിനയില, ഇഞ്ചിയൊക്കെ ഇവ ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ ഏറുന്നത് തന്നെയാണ്. ദിവസവും നാരങ്ങ വെള്ളം കുടിക്കുന്നത് പ്രായം, അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തുടക്കത്തിൽ നാരങ്ങ വെള്ളം അമിതമായി കുടിക്കുന്നതിൻ്റെ ദോഷങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അല്ലാണ്ട് ഇനി നാരങ്ങ വെള്ളം ഞാൻ കുടിക്കുകയില്ല എന്നൊരു ചിന്തയിലേക്ക് പോകണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയാൽ ഇത് നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.